ഇതെൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്തിട്ടുള്ള ബാപ്റ്റിസം സെറ്റാട്ടാ. അവൾ വലുതായി കഴിയുമ്പോഴേക്കും അവളുടെ ബാപ്റ്റിസം സെറ്റ് അവളുടെ അമ്മ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്ന് കണ്ടു കഴിയുമ്പോൾ അവൾക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ. ആ ഒരു സന്തോഷം ഞാൻ മുന്നിൽ കണ്ടിട്ടാണ് ഈ ഒരു വിഷ്വലെല്ലാം ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചത്. ഫുൾ സെറ്റ് നമ്മൾ കോട്ടണിലാണ്, പ്യുവർ കോട്ടണിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു മെറ്റീരിയലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രസ്സിന് വേണ്ടിയിട്ട് വേറെ മെറ്റീരിയൽ എടുക്കേണ്ടതായിട്ടൊന്നും വന്നില്ല. സ്മോക്ക് ചെയ്തിട്ടുള്ള ഡ്രസ്സായിരിക്കണം. ബേബി ബൂട്ടീസിനും സ്മോക്കിങ് കൊടുക്കണം, ഹെഡ് ബാൻഡിനും ചെറിയൊരു സ്മോക്കിംഗ് ഒക്കെ കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഭയങ്കര നിർബന്ധമായിരുന്നു. അതനുസരിച്ചിട്ടാണ് ഞാൻ ഫുൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്, നമ്മളെപ്പോഴും ചെയ്യാറുള്ള ബാപ്റ്റിസം ബോക്സ് വേണ്ട, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് കരുതിയിട്ട് നമ്മൾ നോർമൽ കെയിൻ ബാസ്ക്കറ്റിൽ ചെറിയൊരു മൂടി പോലെയൊക്കെ, ഗ്ലാസിൻ്റെ മൂടി പോലെയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു ക്ലേ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛനമ്മ കുഞ്ഞുങ്ങൾ എന്ന രീതിയിൽ 4 പേരെ ഞാനിങ്ങനെ ക്ലേ വെച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായി. അതാണ് ബോക്സിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ തന്നെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാപ്റ്റിസം ക്യാൻഡിലിൽ നമ്മൾ ഏഞ്ചൽ ക്യാൻഡിലിനെയാണ്, അത് നമ്മളെപ്പോഴും ചെയ്യണ രീതിയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെയാണ് ആ ഒരു ഏഞ്ചൽ ക്യാൻഡിലിനെ നമ്മൾ റെഡിയാക്കി എടുത്തത്. നമ്മളെപ്പോഴും ചെയ്യാറുള്ള ബാപ്റ്റിസം പാറ്റേണിനേക്കാളും എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരണം, അത് കുഞ്ഞിന് വളരെ കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യം തന്നെയായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാനിതിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പതിയെ കുഞ്ഞുറങ്ങുന്ന സമയത്ത് ചെയ്തു തുടങ്ങിയതാണെല്ലാം. പക്ഷെ ചെയ്ത് തീർന്നത് ബാപ്റ്റിസത്തിൻ്റെ അന്ന് രാവിലെ ഒരു 7 മണിയായപ്പോഴാണെന്ന് മാത്രം. വർക്ക് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഇതുപോലെയുള്ള ഓർഡേഴ്സിന് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും.